Very good morning to all. Today we will discuss about the contributions of C.K. Prahlad. So here the C.K. Prahlad is the man of mind of futurist. So C.K. Prahlad is regarded as very influential thinker on strategy, giving strategic concepts much different from traditional strategic thinking. His outstanding work on strategy is contained in a book, Competing for the Future, written in association with Gary Hamel. Prahlad and Hamel coined the term core competence, a fountainhead from which stronger competitive advantages keep sprouting. So C.K. Prahlad is regarded as very influential thinker on strategy. സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു തിങ്കർ, ഒരു ചിന്തകനാണ് C.K. പ്രഹ്ലാദ്. അതായത് സ്ട്രാറ്റജി കൺസെപ്റ്റ്സ് ഫ്രം ട്രഡീഷണൽ സ്ട്രാറ്റജിക് തിങ്കിങ്, അതായത് പുതിയ സ്ട്രാറ്റജി കൺസെപ്റ്റുകൾ, അതായത് ഓൾഡ് സ്ട്രാറ്റജി തിങ്കിങ്ങിൽ നിന്നും അല്ലെങ്കിൽ എന്നാൽ ട്രഡീഷണൽ സ്ട്രാറ്റജിക് തിങ്കിങ്ങിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് അതിന് പുതിയ ചില കൺസെപ്റ്റുകളൊക്കെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് തിങ്കറാണ് C.K. പ്രഹ്ലാദ്. ഹിസ് ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക് ഓൺ സ്ട്രാറ്റജി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ ബുക്ക്, കോമ്പീറ്റിംഗ് ഫോർ ദ ഫ്യൂച്ചർ, റിട്ടൺ ഇൻ അസോസിയേഷൻ വിത്ത് ഗേരി ഹേമൽ. അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വർക്കായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള കോമ്പീറ്റിംഗ് ഫോർ ദ ഫ്യൂച്ചർ എന്ന പുസ്തകത്തിലാണ്. ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഗേരി ഹാമൽ എന്ന കൊളീഗുമായിട്ട് കൂടെ ചേർന്ന് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് എന്താ, കോമ്പീറ്റിംഗ് ഫോർ ദ ഫ്യൂച്ചർ. അതിലാണ് അദ്ദേഹത്തിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് വർക്ക് ഓൺ സ്ട്രാറ്റജി, അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ട ഔട്ട്സ്റ്റാൻഡിങ് വർക്കുകളൊക്കെ ആ ബുക്കിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ഏതിൻ്റെ കോ ഓതറാണ്? കോമ്പീറ്റിംഗ് ഫോർ ദ ഫ്യൂച്ചർ എന്ന ബുക്കിൻ്റെ കോ ഓതറാണ് C.K. പ്രഹ്ലാദ്. സോ പ്രഹ്ലാദ് ആൻഡ് ഹാമൽ കോയിൻഡ് ദ ടേം കോർ കോമ്പീറ്റൻസ്. അദ്ദേഹം അവിടെ എന്ത് കോയിൻ ചെയ്തു? കോർ കോമ്പീറ്റൻസ് എന്ന് പറയുന്ന ഒരു ടേം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പീറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, പ്രഹ്ലാദ് എന്ത് ചെയ്യുന്നു, കോർ കോമ്പീറ്റൻസ് എന്ന് പറയുന്ന ഒരു ടേം എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നുണ്ട്. എ ഫൗണ്ടെയിൻ ഹെഡ് ഫ്രം വിച്ച് സ്ട്രോങ്ങർ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. കോർ കോമ്പറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് സ്പ്രൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, മുളയ്ക്കുക, കിളിർക്കുക, അല്ലേ? അപ്പോൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് ഒക്കെ എന്ത് ചെയ്യുന്ന, കിളിർക്കുന്ന ഒരു ഒരു സംഭവം, അല്ലെങ്കിൽ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഏതിൽ നിന്നുണ്ടാകുന്നതാണ്? കോർ കോമ്പറ്റൻസിൽ നിന്നും എന്ത് ചെയ്യുന്നതാണ്, ഉണ്ടാകുന്നതാണ്. നമുക്ക് പെട്ടെന്ന് രണ്ടും ഒന്നാന്നൊക്കെ തോന്നും, പക്ഷേ ഇറ്റ് ഹാസ് ഡിഫറൻസസ്. അതിലെന്തുണ്ട്, വ്യത്യാസങ്ങളുണ്ട്, അത് പറയാം. ആൻഡ് പ്രഹ്ലാദ് വാസ് ബോൺ ഇൻ കോയമ്പത്തൂർ ഇൻ 1941. 1941 കോയമ്പത്തൂരാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. സോ ഹിസ് ഫാദർ വാസ് എ തമിഴ് സ്കോളർ ആൻഡ് ജഡ്ജ് ഇൻ മദ്രാസ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു തമിഴ് പണ്ഡിതനും അതേപോലെ തന്നെ മദ്രാസിൽ ജഡ്ജും ആയിരുന്നു. അറ്റ് 19 he had finished his BSc degree in physics from Loyola College, Chennai, part of the University of Madras, and joined Union Carbide, where he worked for 4 years. അതും 1941 ജനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു തമിഴ് പണ്ഡിതനായിരുന്നു. അദ്ദേഹം 19-ാമത്തെ വയസ്സിൽ ഫിസിക്സിൽ ഡിഗ്രി എടുക്കുന്നു. അവിടെ നിന്നും ലയോള കോളേജിൽ നിന്നും. അതിനുശേഷം എവിടെ വർക്ക് ചെയ്യുന്നു? യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന ഫാക്ടറിയിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നു. Then 4 years later, he did postgraduate work in management at the Indian Institute of Management, Ahmedabad. 4 വർഷത്തിന് ശേഷം അദ്ദേഹം ശരിയാണ് MBA. അദ്ദേഹം മാനേജ്മെൻറ്റിലാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ളത്. അഹമ്മദാബാദിൽ നിന്നാണ്, IIM അഹമ്മദാബാദ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദിൽ നിന്നും അദ്ദേഹം MBA എടുക്കുന്നു. Then Harvard Business School, Prahlad wrote a doctoral thesis on multinational management in 2.5 years. 2.5 വർഷം കൊണ്ട് അദ്ദേഹം മൾട്ടിനാഷണൽ മാനേജ്മെൻറ്റിൽ ഒരു തിസീസ് എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ ഡോക്ടറൽ തിസീസ് എഴുതിയിട്ട് ഏത് ഡിഗ്രി സമ്പാദിക്കുന്നു? ഡോക്ടറൽ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന ഡിഗ്രി അദ്ദേഹം സമ്പാദിക്കുന്നു. DBA ഡിഗ്രി ഇൻ 1975 അദ്ദേഹം ഡോക്ടറേറ്റ് സമ്പാദിക്കുന്നു. Then we will discuss about what are the contributions of C.K. Prahlad. There are mainly 3 contributions. പ്രധാനമായിട്ടും
3 കോൺട്രിബ്യൂഷനാണുള്ളത്. കോർ കോമ്പിറ്റൻസ്, സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്, സ്ട്രാറ്റജിക് സ്ട്രക്ചർ ആൻഡ് ലിവറേജ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. So, core competence. So, in collaboration with Gary Hamel, Prahlad has given concept of core competence of the organization. ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഗേരി ഹാമലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പ്രഹ്ലാദ് എന്ത് ചെയ്യുന്നു? കോർ കോമ്പിറ്റൻസിൻ്റെ കൺസെപ്റ്റ് ആർക്ക് നൽകുന്നു? ഓർഗനൈസേഷന് നൽകുന്നു. എന്താണ് കോർ കോമ്പിറ്റൻസ്? കോർ കോമ്പിറ്റൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഈസ് ഇറ്റ്സ് യുണീക്ക് കേപ്പബിലിറ്റി വിച്ച് കനോട്ട് ബി ഇമിറ്റേറ്റഡ് ബൈ ഇറ്റ്സ് റൈവൽസ്. ഒരു ഓർഗനൈസേഷൻ്റെ അതിൻ്റെ ശത്രുക്കളാൽ അനുകരിക്കപ്പെടാനാവാത്ത ആ ഓർഗനൈസേഷന് മാത്രം യുണീക്കായിട്ടുള്ള ചില കേപ്പബിലിറ്റി ഉണ്ടാവും. ആ കേപ്പബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഇൻഡിവിജ്വലൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ചില ആളുകൾക്ക് മാത്രമായിട്ട് എന്തുണ്ടാവും? ചില കഴിവുകളുണ്ടാവും. എന്താണ്? അതായത് ചില ആളുകൾ എന്ത് ചെയ്യും? അവരുടേതായിട്ടുള്ള രീതിയിൽ എഴുതാൻ പറ്റുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുന്ന ചിത്രം വരയ്ക്കാൻ പറ്റുന്ന ആളുകളുണ്ടാകും, അല്ലേ? അത് അവരുടെ മാത്രം പ്രത്യേകതയാണ്. അത് ആർക്കും ചെയ്യാൻ പറ്റില്ല, വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ ഒരു ഓർഗനൈസേഷൻ്റെ കഴിവുകളുണ്ടാവും, ചില കഴിവുകളുണ്ടാവും, കേപ്പബിലിറ്റി ഉണ്ടാവും. അങ്ങനെയുള്ള മറ്റിൻ്റെ ചിലപ്പോൾ അതിൻ്റെ എന്താണ് ഒരു പ്രോഡക്റ്റിൻ്റെ എന്തായിരിക്കും? കൂട്ടായിരിക്കും. അതിൻ്റെ എന്താണ് അതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ടെക്നോളജി ആയിരിക്കും, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ എന്തായിരിക്കും? വേറെ എന്തെങ്കിലും രീതിയിലുള്ള ട്രേഡ് റിലേഷൻസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെ ആയാലും അതിൻ്റെ റൈവൽസിന് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പീറ്റിംഗ് ഫേംസിന് അനുകരിക്കാനാവാത്ത ആ ഓർഗനൈസേഷൻ്റെ കേപ്പബിലിറ്റിയാണ് എന്ത് പറയുന്നത്? അതിൻ്റെ എന്ന് പറയുന്നത് കോർ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. Prahlad has advocated that the companies should stick to these business in which their core competence is relevant. അതുകൊണ്ട് പ്രഹ്ലാദ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് മേഖലയിലാണോ ഒരു ഓർഗനൈസേഷന് കോർ കോമ്പിറ്റൻസ് ഉള്ളത്, ആ മേഖലയിൽ എന്ത് ചെയ്യുക? ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യേണ്ടതാണ്? സ്റ്റിക്ക് ചെയ്യേണ്ടതാണ്. അവരുടെ കോർ കോമ്പിറ്റൻസ് റെലവൻ്റ് ആയിട്ടുള്ള ഏരിയ ഏതാണോ ആ ഏരിയയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഓർഗനൈസേഷൻ ബിസിനസ് ചെയ്യേണ്ടത് എന്നാണ് ആര് പറയണത്? പ്രഹ്ലാദ് പറഞ്ഞിട്ടുള്ളത്. അതാണ് കോർ കോമ്പിറ്റൻസ്. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. There are 4 dimensions to a core competence. ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. സ്കിൽസ് ആൻഡ് നോളജ് ബേസ്, മാനേജീരിയൽ സിസ്റ്റം, ടെക്നിക്കൽ സിസ്റ്റം, വാല്യൂസ് ആൻഡ് നോംസ്. ഇതാണ് ഡയമെൻഷൻസ് ഓഫ് ടു എ കോർ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ അറിയുന്നതാണല്ലോ. ദെൻ സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്, രണ്ടാമത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്. So, strategic intent can be understood as the philosophical base of the strategic management process. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഫിലോസഫിക്കൽ ബേസിനെയാണ് നമ്മളെന്ത് പറയുന്നത്? സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർ വാട്ട് ഇറ്റ് എയിംസ് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെ? എന്താണ് ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എയിം ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫിലോസഫി എന്താണ്, അതിൻ്റെ പിന്നിലുള്ള തത്വശാസ്ത്രം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത് അർത്ഥമാക്കുന്നത്, അല്ലേ? സോ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെ? എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദാറ്റ് പ്രൊവൈഡ്സ് എ പെർസ്പെക്റ്റീവ് ഓഫ് ദ മീൻസ് വിച്ച് വിൽ ലീഡ് ദ ഓർഗനൈസേഷൻ റീച്ച് ദ വിഷൻ ഇൻ ദ ലോങ് റൺ. എന്താണ്? സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താ അതിൻ്റെ പ്രത്യേകത? ദാറ്റ് പ്രൊവൈഡ്സ് എ പെർസ്പെക്റ്റീവ് ഓഫ് ദ മീൻസ്. എന്താണ്? നമ്മുടെ മീൻസിലേക്കുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. വഴികളിലേക്കുള്ള ഒരു ഔട്ട്ലുക്ക് എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിച്ച് വിൽ ലീഡ് ദ ഓർഗനൈസേഷൻ. എന്താണ്? ആ ഓർഗനൈസേഷൻ ലീഡ് ചെയ്യുന്ന ആൻഡ് ആൾസോ റീച്ച് ദ വിഷൻ ഇൻ ദ ലോങ് റൺ. ഓർഗനൈസേഷൻ്റെ വിഷൻ എത്തിപ്പെടുക്കുവാൻ വേണ്ടി, അതിൻ്റെ വിഷനിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ഓർഗനൈസേഷനെ ലീഡ് ചെയ്യുന്ന പെർസ്പെക്റ്റീവ് ഓഫ് ദ മീൻസ് ആണ് നമ്മളെന്ത് പറയുന്നത്? സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി വളരെ ഷോർട്ടായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് ഗീവ്സ് എൻ ഐഡിയ ഓഫ് വാട്ട് ദ ഓർഗനൈസേഷൻ ഡിസയർ ടു അറ്റൈൻ ഇൻ ഫ്യൂച്ചർ.
അപ്പം എന്താണ് ഭാവിയിൽ ഒരു ഓർഗനൈസേഷൻ എന്ത് ആണ് ആയിത്തീരേണ്ടത്, അല്ലെങ്കിൽ ഫോർ വാട്ട് ദ പർപ്പസ് ഈസ് എന്ന ഓർഗനൈസേഷൻ ഈസ് ബീയിങ് ഫോംഡ്, അല്ലെ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്, അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ നൽകുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഐഡിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് ഗീവ്സ് എൻ ഐഡിയ ഓഫ്, എന്താണ് ഐഡിയ, വാട്ട് ദ ഓർഗനൈസേഷൻ ഡിസൈർസ് ടു അറ്റൈൻ ഇൻ ഫ്യൂച്ചർ. ഒരു ഓർഗനൈസേഷനിൽ ആ ഓർഗനൈസേഷൻ ഭാവിയിൽ എന്തായി തീരണം എന്നുള്ള ഒരു ഐഡിയ നൽകുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത് പറയുന്നത്, സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലതിൻ്റെ മിഷനൊക്കെ അതുമായിട്ട് എന്താണ് ബന്ധമുള്ളതാണ് നമുക്ക് പറയാം. സോ വാട്ട് ആർ സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്താണ്, ഹയറാർക്കി എന്താണെന്നുള്ളത് നോക്കുക. അതിൻ്റെ അകത്ത് വിഷൻ ഉണ്ടാകും, മിഷൻ ഉണ്ടാകും, ബിസിനസ് ഡെഫിനേഷൻ ഉണ്ടാകും, ബിസിനസ് മോഡൽ ഉണ്ടാകും, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിഫൈൻ ചെയ്യും. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഡിഫൈൻ ചെയ്യുന്നതാണ്. സോ നമുക്ക് സ്ട്രാറ്റജിക് സ്ട്രക്ചർ ആൻഡ് ലിവറേജ്. Prahlad and Hamel have emphasized strategic structure and leverage in strategy formulation. അപ്പോൾ എന്താണ് സ്ട്രാറ്റജി ഫോർമുലേഷനിൽ സ്ട്രാറ്റജിക് സ്ട്രക്ചറും അതേപോലെ എന്താണ് ലിവറേജിനെയും പറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, പ്രഹ്ലാദ് പറയുന്നുണ്ട്, ആൻഡ് ഹാമൽ ആൾസോ. So strategic stretch is the process of innovation and development involved in finding new opportunities and creating a competitive advantages from an organization's resource and competencies. അപ്പോൾ എന്താണ് സ്ട്രാറ്റജിക് സ്ട്രക്ചർ എന്നുള്ളത് നോക്കുക. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇന്നവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. എന്താണ് എന്തിൻ്റെ പ്രോസസ്സാണ്, ഇന്നവേഷൻ അല്ലെ, പുതുതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, അതേപോലെ എന്താണ് ഡെവലപ്മെൻറ്റ്, വികസനങ്ങൾ, എന്താണ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്, ഇന്നവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻവോൾവ്ഡ് ഇൻ ഫൈൻഡിങ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, എന്താണ് പുതിയ സാധ്യതകൾ കണ്ടുപിടിക്കുകയും, ആൻഡ് ക്രിയേറ്റിംഗ് എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, എന്ത് ക്രിയേറ്റ് ചെയ്യുക, ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുകയും, ഏതിൽ നിന്ന്, ഫ്രം എൻ ഓർഗനൈസേഷൻസ് റിസോഴ്സസ് ആൻഡ് കോമ്പിറ്റൻസീസ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ വിഭവങ്ങളിൽ നിന്നും അതിൻ്റെ കേപ്പബിലിറ്റി, കോമ്പിറ്റൻസീസ്, അതിൻ്റെ കഴിവുകളിൽ നിന്നും എന്ത് ചെയ്യുക, എന്ത് ക്രിയേറ്റ് ചെയ്യുക, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന ഒരു ഇന്നവേറ്റീവ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രാറ്റജിക് സ്ട്രച്ച് എന്ന് പറയുന്നത്. സോ പ്രോസസ് ഓഫ് ഇന്നവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താണ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇന്നവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ്, അല്ലേ, എന്താണ് ഇന്നവേഷൻ്റെയും അതേപോലെ ഡെവലപ്മെൻറ്റിൻ്റെയും പ്രോസസ്സാണ്. പക്ഷേ ഈ ഇന്നവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, നിലവിലുള്ള ഓർഗനൈസേഷൻ്റെ റിസോഴ്സസും കേപ്പബിലിറ്റീസും വെച്ചുകൊണ്ട് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യുക, പുതിയ സാധ്യതകളും അതേപോലെ എന്താണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസും എന്ത് ചെയ്യുക, ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ഇന്നോവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രാറ്റജിക് സ്ട്രച്ച് എന്ന് പറയുന്നത്. ഇതിനടുത്ത് എന്താണ് സ്ട്രാറ്റജിക് ലിവറേജ്. സ്ട്രാറ്റജിക് ലിവറേജ് ഈസ് ഡിഫൈൻഡ് ആസ് എ കമ്പനീസ് മാനുവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എബിലിറ്റി ടു ചേഞ്ച് ഇറ്റ്സ് കോമ്പറ്റേറ്റീവ് പൊസിഷൻ ഇൻ എ മാർക്കറ്റ്. സോ മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സ് റിട്ടേൺ. അതായത് എന്താണ്, കമ്പനിയുടെ മാനുവറിനെ അതിൻ്റെ റിട്ടേണിനെ കൊണ്ട് എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രാറ്റജിക് ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക് ഈ കമ്പനിയുടെ മാനുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കുക. ഒരു സ്ട്രാറ്റജി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി വരുന്ന സമയത്ത് അതിനോട് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ആ ഓർഗനൈസേഷൻ്റെ കോമ്പറ്റേറ്റീവ് പൊസിഷൻ അഡാപ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പനീസ് എന്നാണ് മാനുവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ റവന്യൂ ആണ്, മാർക്കറ്റ് ഷെയർ ഓർ ബോത്ത് ദ റിസൾട്ട് ഫ്രം എനി മാനുവർ. അതായത് എന്താണ് ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് ആ ഓർഗനൈസേഷൻ ഉണ്ടായിട്ടുള്ള എന്താണ് റവന്യൂവിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ ഉണ്ടായിട്ടുള്ള മാറ്റം, അതിനെയാണ് അതിൻ്റെ റിട്ടേൺ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. സോ ഇഫ് എ കമ്പനി ക്യാൻ ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ ആൻഡ് ദ മാർക്കറ്റ് റിവാർഡ്സ് ഇറ്റ് ഫോർ ദ ചേഞ്ച് ഇറ്റ് സ്ട്രാറ്റജിക് ലിവറേജ് ഈസ് ഹൈ. അതായത് ഒരു മാറ്റം വരുന്ന സമയത്ത് ആ ഓർഗനൈസേഷൻ അതിൻ്റെ എന്താണ് മാർക്കറ്റ്
അതേ പൊസിഷനും അതേപോലെ എന്താണ് മാർക്കറ്റ് റിവാർഡൊക്കെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെന്താണെന്ന് പറയാം, സ്ട്രാറ്റജിക് ലിവറേജ് എന്താണ്, ഹൈ ആണ് എന്ന് പറയാം. അങ്ങനെ അല്ലെങ്കിൽ എന്ത് പറയാം, സ്ട്രാറ്റജിക് ലിവറേജ് ലോ ആണെന്നും പറയാം. അതായത് സ്ട്രാറ്റജിക് ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് ആ ചേഞ്ചിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോമ്പറ്റീറ്റീവ് പൊസിഷനൊക്കെ എന്ത് ചെയ്യാൻ മാറ്റും, മാനേവർ. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, മാനേവർ എന്ന് എന്ത് ചെയ്യുന്നത് പറയണത്. ആ കമ്പനിയുടെ മാനേവറിന് എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി, റിട്ടേൺ കൊണ്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അവിടെ റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്, ആ പറഞ്ഞിട്ടുള്ള ചേഞ്ചിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ടോ ഉണ്ടായിട്ടുള്ള റവന്യൂവിലുണ്ടായിട്ടുള്ള മാറ്റം, മാർക്കറ്റ് ഷെയറിലുണ്ടായിട്ടുള്ള മാറ്റത്തിനൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് രണ്ടിലും കൂടി ഉള്ള മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിട്ടേൺ എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ചേഞ്ച് കൊണ്ട് ഓർഗനൈസേഷൻ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ, മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലിവറേജ് ഹൈ ആണെന്ന് പറയാം. മാറ്റില്ലെങ്കിൽ എന്ത് പറയാം, ലിവറേജ് ലോ ആണെന്നും പറയാം. And if you have any doubts regarding this session, you can ask.